ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹനിധിയായി വിചാരിച്ച അച്ഛന്മാരെ, മറ്റ് വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, കുറുപ്പംപറമ്പിൽ കുടുംബാംഗങ്ങളെ, മറ്റ് സ്നേഹിതരെ, നമ്മളുടെ പ്രാർത്ഥനയുടെ വലിയൊരു ശക്തിയാണ് പൊതുനിരത്തിലും ഈ ദേവാലയത്തിലും പരിസരത്തിലുമെല്ലാം നമ്മൾ കാണുന്നത്. അപൂർവമായിട്ട് മാത്രമേ ദേവാലയങ്ങൾ വിശ്വാസികളാൽ ഇതുപോലെ നിറയപ്പെടാറുള്ളൂ. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് പല തിരുക്കർമ്മങ്ങളിലും വരാനും പങ്കെടുക്കാനും പറ്റാതെ പോകുന്നത് കൊണ്ടുകൂടിയാണത്. എന്നാൽ ഇന്ന് എല്ലാ അസൗകര്യങ്ങളും മാറ്റിവെച്ച് ഈ പള്ളിയിൽ വരണം എന്നുള്ള ഈ ഇടവകക്കാരുടെ, ഈ ദേശവാസികളുടെ വലിയൊരു തീരുമാനമാണ്. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന സഭയിൽ നിന്നുകൊണ്ട് ഔസേപ്പച്ചനെ സ്വർഗത്തിലേക്ക് കൊടുത്തുവിടാനായിട്ട് സാധിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന സഭയാണ് ശക്തിയുള്ള സഭ. ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുമ്പോഴാണ് നമുക്ക് ബലമുള്ളത്. വഴിയോരങ്ങളിലും പാതയോരങ്ങളിലുമൊക്കെ ഇരുന്ന് നമ്മൾ അഭിപ്രായങ്ങൾ പറഞ്ഞു തീർക്കുമ്പോൾ ബലഹീനമായ അംഗങ്ങളെപ്പോലെ നമ്മളും ആയിത്തീരുകയാണ്. ഈ പള്ളിയിൽ ഇന്ന് നമ്മൾ ഒന്നിക്കുമ്പോൾ നമ്മളുടെ സ്നേഹത്തിൻ്റെയും പരസ്പര ആദരവിൻ്റെയും എല്ലാം വലിയൊരു അടയാളം കൂടെയാണിത്. നമ്മൾ സത്യവിശ്വാസികൾ മരിക്കുമ്പോൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് അറിയിപ്പ് കൊടുക്കുകയാണ്. ഈശോയിലുള്ള വിശ്വാസത്തിൽ, സുവിശേഷത്തിൽ, സഭയിൽ എല്ലാമുള്ള വിശ്വാസത്തിൽ, ആ വിശ്വാസം ജീവിച്ച് മരണപ്പെട്ട് പോകുന്ന ആളുകളെക്കുറിച്ചാണ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് നമ്മൾ പറയുന്നത്. ഔസേപ്പച്ചന് പൂർണ്ണമായ അർത്ഥത്തിൽ അത് ആ വ്യക്തിയിൽ നിറവേറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വെളിപാട് പുസ്തകം 6:13 കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായ് പൊഴിയുന്നത് പോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു. ആകാശം തെറുത്ത് മാറ്റിയ ഒരു പാക്കഷ്ണം പോലെ, ഒരു ചുരുൾ പോലെ അപ്രത്യക്ഷമായി. എല്ലാ പർവ്വതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു. വളരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന കാര്യമാണിവിടെ വെളിപാട് ഗ്രന്ഥകാരൻ പറയുന്നത്. നനച്ചിരിക്കാത്ത നേരത്തൊരു കൊടുങ്കാറ്റ് വരുന്നു. നല്ല ആരോഗ്യമുള്ള അത്തിവൃക്ഷം മുറ്റത്ത് നിൽപ്പുണ്ട്. ഒറ്റ ഉലച്ചിലിൽ ആ പച്ചക്കായ്കൾ നിലത്ത് വീഴുകയാണ്. ആകാശ നക്ഷത്രങ്ങൾ അതുപോലെ നിലം പതിക്കുകയാണ്. നമ്മൾ ഈ നാളുകളിലെല്ലാം വിമാന അപകടങ്ങൾ, വലിയ കപ്പൽ അപകടങ്ങൾ, ബോട്ട് തകരുന്നത്, റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ അപ്രതീക്ഷിതമായിട്ട് മറിയുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലും നമ്മെ വളരെയേറെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ഇന്നത്തെ ഈ വേർപാട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. പച്ചക്കായ് സ്വന്തം വീട്ടുമുറ്റത്ത് വീഴുന്നത് പോലെ ഈ ദേവാലയത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കാനുള്ള ശുശ്രൂഷയിൽ ദേവാലയത്തിൽ വീണ് കർത്താവിൻ്റെ സ്വർഗത്തിലേക്ക് യാത്രയാകുമ്പോൾ അത് വെളിപാട് ഗ്രന്ഥകാരൻ പറഞ്ഞിരിക്കുന്ന അപ്രതീക്ഷിതമായ ആ ഒരു കാര്യമാണ്. നമ്മളാരും ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു കാര്യം ആണ് സംഭവിച്ചത്. അത് നമ്മളെല്ലാവരെയും തൊട്ടു.
അതുകൊണ്ടാണ് ഈ പള്ളിയും വഴിയും എല്ലാം നിറഞ്ഞ് നമ്മൾ കർത്താവിനെ നോക്കി സ്വർഗത്തെ നോക്കി നിൽക്കുന്നത്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഔസേപ്പച്ചനോട് കാണിച്ച കാരുണ്യവും സ്നേഹവും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. ഈ അപകടം ഉണ്ടായ കൃത്യസമയത്ത് വിചാരിച്ചൻ മറ്റൊരു പള്ളിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ മുതൽ അച്ഛനെ കാര്യം അറിയിക്കുകയും എല്ലാ ദിവസവും ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് എന്നെ ഓർമ്മപ്പെടുത്തുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. വളരെ കൃത്യമായിട്ട് എല്ലാ മണിക്കൂറുകളിലും അച്ഛൻ്റെ ചിന്ത ഔസേപ്പിനെ കുറിച്ചായിരുന്നു. അതുപോലെ വളരെ കൃത്യതയോടുകൂടി ആ കാര്യങ്ങളെല്ലാം ഒരു മികവുറ്റ അജപാലകൻ്റെ ചൈതന്യത്തോടെയാണ് അച്ഛൻ ചെയ്തത്. ഔസേപ്പച്ചൻ നല്ല കർഷകനായിരുന്നു, സൗമ്യനായിരുന്നു, നല്ല കുടുംബനാഥനായിരുന്നു, നല്ല പ്രാർത്ഥനക്കാരനായിരുന്നു, സ്നേഹത്തിലൊട്ടും കുറവില്ലാത്ത ആളായിരുന്നു. ദൈവത്തെ സ്നേഹിച്ചു, പ്രകൃതിയെ സ്നേഹിച്ചു, സാധാരണക്കാരുടെ കൂട്ടത്തിൽ നടന്ന് അവരെ സ്നേഹിച്ചു. നല്ല ഒരു കുടുംബം സ്നേഹത്തിൽ രൂപപ്പെടുത്തി. ഭാര്യയും 5 മക്കളും അടങ്ങുന്ന ആ കുടുംബം വളരെ സ്നേഹത്തിൽ കർത്താവിനോട് ചേർന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 5 കുട്ടികൾ, ലിയാമോളും ലിജായും ദിയായും നിയായും സിയായും അവരുടെ അപ്പച്ചനോട് ചേർന്ന് എല്ലാ കാര്യങ്ങളിലും നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ആ പിതൃ സ്നേഹത്തിൻ്റെ തണലിൽ വളർന്ന് വരികയായിരുന്നു. അതൊന്നിനും കുറവുണ്ടായി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഔസേപ്പച്ചൻ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ അബ്രാഹത്തിൻ്റെ മടിയിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കിയാൽ വിളഞ്ഞു കിടക്കുന്ന വയൽ കാണാം. അവിടെ ശുശ്രൂഷകരെ ആവശ്യമുണ്ട് എന്ന് ഈശോ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ ദേവാലയത്തെ അദ്ദേഹം വളരെയേറെ സ്നേഹിച്ചിരുന്നു. ഞാനിവിടെ വിസിറ്റയ്ക്ക് വരുമ്പോഴും മറ്റവസരങ്ങളിലുമെല്ലാം അദ്ദേഹത്തെ പള്ളിമുറിയിലും ദേവാലയത്തിലും എല്ലാം വെച്ച് കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല കൈക്കാരനായിട്ട്, സാമൂഹ്യക്ഷേമ പ്രവർത്തകനായിട്ട്, അതുപോലെ ഇവിടെ മുൻ വികാരിമാരെല്ലാം ഔസേപ്പച്ചനെ കുറിച്ച് എന്നോട് ഈ നാളുകളിൽ ഈ ദിവസങ്ങളിൽ സംസാരിക്കുകയുണ്ടായി. പോഴക്കലച്ചനും പനാമ്പഴച്ചനും എല്ലാം അവരുടെ എല്ലാം കൂട്ടത്തിൽ ഈ ദേശത്തിന് മണ്ണാറപ്പാറയ്ക്ക് വന്ന വളർച്ചയിൽ നിർണായകമായ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. നമ്മളുടെ ആഘോഷമായ ഈ ദേവാലയം ഇതുപോലെ വൃത്തിയും മോടിയുമായിട്ട് കാത്തു സൂക്ഷിക്കുന്നതിൽ തന്നെ, അതുപോലെ എല്ലാ അവസരത്തിലും നമ്മുടെ മുൻപിലുള്ള ആർച്ചും മറ്റു കാര്യങ്ങളൊക്കെ പണിയുന്നതിന് ലക്ഷക്കണക്കിന് മൂലധനം രൂപ അദ്ദേഹം മുടക്കി മാതാവിൻ്റെ വലിയ രൂപം നമുക്ക് സമ്മാനിച്ചു. കോവിഡ് കാലത്ത് കോവിഡ് ഫൈറ്റേഴ്സ് എന്ന പേരിൽ നമ്മുടെ അച്ഛന്മാരും യൂത്ത് അംഗങ്ങളും എല്ലാം രൂപത മുഴുവനും ഓടി നടന്നിരുന്നു. ആ കാലഘട്ടങ്ങളിലെല്ലാം ഔസേപ്പച്ചനും പരിശുദ്ധ രൂപങ്ങൾ വഹിച്ചുകൊണ്ട് ഇടവക അതിർത്തിക്കുള്ളിൽ പ്രാർത്ഥനയ്ക്ക് ഫ്രാൻസിസ് സേവ്യറിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സർവോപരി പരിശുദ്ധ അമ്മയുടെയും എല്ലാം രൂപങ്ങൾ കൂട്ടി ചേർത്ത് പ്രാർത്ഥന യാചിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇതിലെല്ലാം അദ്ദേഹം ഓടി നടന്നിരുന്നു. അതുപോലെ വീടുകൾ പണിത് കൊടുക്കുന്ന കാര്യത്തിൽ പൊമ്പാല പ്രോജക്റ്റിനോട് ചേർന്നും അല്ലാതെയും അദ്ദേഹം അനേകം സാധാരണക്കാർക്ക് ഭവനങ്ങൾ നിർമ്മിക്കാനുള്ള സഹായങ്ങൾ, രോഗ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊടുക്കാൻ ഉള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിൽ, അൾത്താര പുതുക്കി പണിത അവസരത്തിൽ, വലിയ ആഴ്ചയിലെ ഓശാന തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള കുരുത്തോല കെട്ടുകൾ സ്വന്തം പറമ്പിൽ നിന്ന് കെട്ടി കൊണ്ടുവരുന്ന കാര്യത്തിൽ,
അതുപോലെ മറ്റ് ആളുകളുടെ സംസ്കാര ശുശ്രൂഷകളുടെ അവസരത്തിൽ എല്ലാ സ്ഥലത്തും, പള്ളിക്കകത്തും പള്ളിക്ക് പുറത്തും നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. നമ്മുടെ സ്കൂളിൻ്റെ പണിക്ക് അതുപോലെ മറ്റ് കാര്യങ്ങൾക്കെല്ലാം എനിക്ക് വ്യക്തമായിട്ടറിയാം. നമ്മുടെ മുൻ വികാരി ഉപ്പോഴക്കലച്ഛന് അല്പം അനാരോഗ്യമുണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തെ ഏത് വിധത്തിലാണ് സഹായിക്കാൻ പറ്റുന്നതെന്ന് അദ്ദേഹം ആലോചിച്ച് സാധിക്കുന്ന വിധത്തിലെല്ലാം രോഗ ചികിത്സയുടെ നല്ല എക്സ്പേർട്സിനെ കണ്ടെത്താനൊക്കെ അദ്ദേഹം വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ഷേപ്പച്ചനെക്കുറിച്ച് പറയാനുണ്ട്. സ്നേഹമാണ് അദ്ദേഹത്തെ ഇവിടെ നിങ്ങളെല്ലാവരെയും ഇതുപോലെ ഒന്നിപ്പിക്കാനായിട്ട് കാരണം ആകുന്നതും. മരണം ദൈവത്തിൻ്റെ വിളിയാണ്, നമുക്കത് തടയാൻ ഒക്കുകയില്ല. മരണം മാറ്റി നിർത്താനും നമുക്ക് സാധ്യമല്ല. മരിക്കാൻ ആഗ്രഹിക്കുന്നവർ ധാരാളം പ്രശ്നങ്ങളുണ്ടെങ്കിലും വളരെ ചുരുക്കമാണ്. മോശയുടെ കാര്യം അതാണല്ലോ പഴയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. മോശ വലിയ ആഹ്ലാദത്തോടുകൂടി ഉത്തമമായ രീതിയിൽ നേതൃത്വം കൊടുത്ത് കനാൻ ദേശത്ത് കാലുകുത്താൻ പറ്റും എന്നുള്ള ദൃഢ നിശ്ചയത്തിൽ നിൽക്കുമ്പോഴാണ് കർത്താവ് അത് വേണ്ട, ഇത് മതി എന്ന് ദൈവം പറയുന്നത്. മോശയ്ക്ക് വലിയ സങ്കടമായി. മോശയുടെ മരണസമയമായി എന്ന് ദൈവം പറഞ്ഞു മാലാഖമാരോട്. മാലാഖമാർ പേടിച്ചുപോയി. ഗബ്രിയേൽ മാലാഖായോട്, മിഖായേൽ റേസ് മാലാഖായോടൊക്കെ ദൈവം പറഞ്ഞു, നിങ്ങൾ താഴെ ഭൂമിയിലെത്തി ഈ കാര്യം മോശയോട് പറയണം, നിൻ്റെ മരണസമയമായി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മോശയെ പേടിയാണ്, ഭൂമിയിലുള്ള എല്ലാവർക്കും നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്, മോശയെ സമീപിച്ച് ഈ കാര്യം പറയാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല എന്ന് ദൈവത്തോട് മാലാഖമാർ പറഞ്ഞു. യഹൂദ പാരമ്പര്യത്തിലും ആദിമസഭയുടെ നമ്മുടെ പാരമ്പര്യത്തിലുമെല്ലാം ഉള്ള ഒരു വർത്തമാന കഥയാണത്. ദൈവം അവസാനം പറഞ്ഞു, ഞാൻ താഴേക്ക് ചെല്ലാം, ഞാൻ ഭൂമിയിലേക്ക് പോയി മോശയോട് ഈ കാര്യം പറയാം. യഹൂദ പാരമ്പര്യത്തിൽ കൊടുത്തിരിക്കുന്നത് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മോശയോട് അവൻ്റെ മരണത്തെക്കുറിച്ച് പൊട്ടി കരഞ്ഞ് മുഖത്ത് ഉമ്മ കൊടുത്താണ് പറഞ്ഞത് എന്നാണ്. അപ്പം ദൈവം തന്നെ പറഞ്ഞു, ഇത്ര സത്യസന്ധനായ ഒരു മനുഷ്യൻ്റെ ജീവൻ ഇപ്പോൾ എടുക്കുന്നതിൽ എനിക്കും സങ്കടമുണ്ട് എന്ന്. ദൈവം പൊട്ടിക്കരഞ്ഞ അവസരമായിരുന്നു മോശയുടെ മരണം, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് മോശയോട് ഉള്ള ഓർമ്മപ്പെടുത്തൽ. മോശ പറഞ്ഞു, എനിക്ക് നേതാവാകണ്ട, കനാൻ ദേശത്ത് പ്രവേശിക്കേണ്ട, ഞാനൊരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു കൊള്ളാം. അപ്പോൾ ദൈവം പറഞ്ഞു, വേണ്ട, നിൻ്റെ മരണസമയമായി. അവസാനം മോശ പറഞ്ഞു, എനിക്ക് മനുഷ്യനായിട്ടും ജീവിക്കണ്ട, ഈ ഭൂമിയിലെ മറ്റേതെങ്കിലും ഒരു ജീവിയായിട്ട് തുടരാൻ എന്നെ അനുവദിച്ചാൽ മതി. അപ്പോഴും ദൈവം പറഞ്ഞു, സാധ്യമല്ല, നിൻ്റെ സമയമായി. അവസാനം ദൈവം പറഞ്ഞു, എനിക്ക് നിന്നെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകണം, മോക്ഷത്തിൽ നിൻ്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. നിൻ്റെ ഇരിപ്പിടം മോക്ഷത്തിലാക്കണമെങ്കിൽ നീ ഇപ്പോൾ മരിക്കണം. മരിക്കാതെ ആർക്കും മോക്ഷത്തിൽ പ്രവേശിക്കാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അങ്ങനെ ദൈവം പറഞ്ഞു. മോശ അവിടെ വീണ് മരിച്ചു. ദൈവമാണ് ആ ശുശ്രൂഷയുടെ ധാർമ്മികത്വം വഹിച്ചത്. അതുകൊണ്ടാണ് മോശയുടെ ശവകുടീരം എവിടെയാണെന്ന് ഇപ്പോഴും ആർക്കും പറയാൻ കൃത്യമായിട്ട് അറിയാൻ പാടില്ലാത്തത്. ദൈവത്തിൻ്റെ കരങ്ങളിലാണത്. മോശയ്ക്ക് ഖബറോ കുടീരമോ ഓർമ്മ ദിവസങ്ങളോ തിരുനാളുകളോ അനുബന്ധ ശുശ്രൂഷാ ദിവസങ്ങളോ ഒന്നുമില്ല. ആരും മോശയുടെ പെരുന്നാൾ ആഘോഷിക്കാറില്ല. കാരണം ദൈവം വന്ന് സംസ്കാര ശുശ്രൂഷ നടത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പിന്നീട് നമ്മൾ മോശയെ ഒരിക്കൽ കാണുന്നത് ഈശോ ശിഷ്യന്മാരെ രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവിടെ കാണിച്ചു കൊടുത്തു. നല്ല പ്രകാശം പരത്തുന്ന മുഖവുമായിട്ട് മോശയെ അവിടെ കാണിച്ചു കൊടുത്തു. അതാണ് കർത്താവിൻ്റെ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ ശാരീരികമായിട്ട് മരിച്ചാലും ഒരിക്കലും നമ്മൾ മരണപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ
ആ ഒരു അഗ്രാഹ്യമായ രഹസ്യത്തിലേക്ക് കൂട്ടി ചേർക്കപ്പെടുകയാണ്. ഔസേപ്പച്ചൻ പരിശുദ്ധ ത്രിത്വത്തിൽ ലയിക്കുകയാണ്. അമർത്യതയുടെ വലിയ സത്യം ബലഹീനരായ നമ്മെ മനുഷ്യരെ പഠിപ്പിക്കുകയാണ്. അടിസ്ഥാനപരമായ ചിന്ത, ക്രൈസ്തവ ചിന്ത അതാണല്ലോ. നമ്മൾ പരിശുദ്ധ കുർബാനയിലും മറ്റു തിരുക്കർമ്മങ്ങളിലുമെല്ലാം ഓർക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ മോക്ഷത്തെക്കുറിച്ചാണ്. എല്ലാ സന്ധികളിലും മോക്ഷത്തിൽ ചേരാൻ ഇടം കിട്ടണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയാണ് ഇവിടെ വലിയൊരു പ്രാദേശിക സഭയായിട്ട് നമ്മളിപ്പോൾ നിർവഹിക്കുന്നത്. നമ്മുടെ വലിയ പിതാവിൻ്റെ പ്രാർത്ഥന ശുശ്രൂഷ സന്ദേശം നമ്മൾ കേട്ടു. പിതാവ് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ വാക്കുകളാണത്. പിതാവിൻ്റെ വാക്കുകൾ നമുക്ക് വലിയ ബലമാണ്, നമ്മുടെ സഭയുടെ ശിരസ്സാണ്. അദ്ദേഹം നമ്മോട് സംസാരിക്കുമ്പോൾ സഭ മുഴുവനും സംസാരിക്കുകയാണ്. സഭയായിരുന്നു ഇവിടെ 5 മിനിറ്റിൽ ബഹുമാനപ്പെട്ട വികാരിച്ചനിലൂടെ വലിയ പിതാവിൻ്റെ വാക്കിലൂടെ സംസാരിച്ചത്. ആ സഭയാണ് ഔസേപ്പച്ചനെ കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നതും. അപ്രയം പുണ്യവാളൻ്റെ ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശരീരത്തിൻ്റെ ഹോസ്റ്റലിൽ ഞാൻ പാർക്കുകയായിരുന്നു. ആത്മാവ് പറയുന്ന കാര്യമാണ്. ഇപ്പോഴിതാ ഗ്രഹനാഥൻ എനിക്ക് ആളയച്ചിരിക്കുന്നു. എന്നോട് വരണം എന്ന് നിർബന്ധിക്കുകയാണ്. ഈ വീട്ടിൽ നിന്ന് പുറത്തു വരിക, ശരീരമാകുന്ന ഹോസ്റ്റലിൽ നിന്ന് പുറത്തു വരിക എന്ന്, ഈ പാർപ്പിടം ഉപേക്ഷിക്കുക എന്ന് എന്നോട് നിർബന്ധിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇവിടെ പാർക്കാൻ എനിക്ക് നിവൃത്തിയില്ല, നിർവാഹമില്ല. എൻ്റെ താൽക്കാലിക പാർപ്പിടമായിരുന്ന ജഡമേ, സമാധാനത്തോടുകൂടി വസിക്കുക. പുനരുത്ഥാനത്തിൽ നിന്നെ ആനന്ദത്തോടെ കാണാൻ വീണ്ടും എനിക്ക് ഇടയാകട്ടെ. അതാണ് പ്രേം പുണ്യവാളൻ അവസാന കാലത്ത് എഴുതി വെച്ച പ്രാർത്ഥന. ഔസേപ്പച്ചൻ നിന്ന് ശാരീരികമായിട്ട് കുടുംബത്തിൽ നിന്ന് എല്ലാവരെയും വിട്ടുപോകുന്നതുപോലെ നമുക്ക് തോന്നും. വീട് എന്ന വാക്കിൻ്റെ പല അർത്ഥങ്ങളിലൊന്ന് വിട്ടുകളയേണ്ടത് എന്നുകൂടിയാണല്ലോ. വിട്ടുകളയേണ്ടതും ഉപേക്ഷിക്കേണ്ടതുമായ ഒരു യാഥാർത്ഥ്യമാണ് വീട്. നമ്മുടെ ഭവനം സ്വർഗത്തിലാണ്. നമ്മൾ കരങ്ങൾ വഴി നിർമ്മിക്കുന്ന വീടുകളല്ല, സ്വർഗത്തിൽ ദൈവം നിർമ്മിച്ച വീട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ക്രിസ്തീയതയുടെ അടിസ്ഥാനമായ തത്വമാണ്. അപ്രതീക്ഷിതമായ വേദനയോടുകൂടിയ ഈ മരണവേളയിലും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് കൂടുതൽ ഓർക്കാനും ചിന്തിക്കാനും സംസാരിക്കാനും എല്ലാമുള്ള ഒരു അവസരമാണിത്. ദൈവമാണ് ഇവിടെ നമ്മളെല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആ ഇടപെടൽ മോശയ്ക്ക് സംഭവിച്ചതുപോലെ നമ്മളതിനെ കാണണം. ഔസേപ്പച്ചനെ ദൈവം വന്ന് ഈ ദേവാലയത്തിൽ വച്ച് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നല്ലോ. അത് മോശയ്ക്ക് കിട്ടിയതുപോലുള്ളൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം ആണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആത്യന്തികമായ ഭാഗ്യം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങൾ എല്ലാവരെയും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. പ്രത്യേകിച്ച് മക്കൾ 5 പേരെ അവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരിച്ചനും കൊച്ചന്മാരും വൈക്കാരന്മാരും ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഇവിടെ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു ശ്രദ്ധ ഈ ദിവസങ്ങളിലൊക്കെ ഈ കുറുപ്പംപറമ്പിൽ ഔസേപ്പച്ചൻ്റെ നേർക്കായിരുന്നു എന്നെനിക്കറിയാം. ഞാൻ വികാരിച്ചനിലൂടെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. മുൻ വികാരിമാരും സ്ഥിതിമാരും അയൽവക്ക വികാരിമാരും എല്ലാം ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുന്ന ബലമുള്ള ഒരു സഭയായിട്ട് നമ്മൾ നിന്നുകൊണ്ടാണ് ഔസേപ്പച്ചനെ സ്വർഗത്തിലേക്ക് കൊടുത്തുവിടുന്നത്. ഔസേപ്പച്ചനെ നമുക്ക് പരിശുദ്ധ അൽഫോൻസാമയ്ക്കും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം.